നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനം നടക്കുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നത്. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളിൽ ഭൂരിഭാഗവും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഇടത് വലത് പാർട്ടികൾ സംവരണം ചെയ്ത് കാര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറച്ചിൽ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് പകൽ പോലെ സത്യമായ കാര്യമായിരുന്നിട്ടും രൂക്ഷമായ സൈബർ ആക്രമണമായിരുന്നു ഇടത് ജിഹാദി കൂട്ടുകെട്ടിൽ നിന്നും വെള്ളാപ്പള്ളി നടേശന് നേരിടേണ്ടി വന്നത്. എന്നാൽ സത്യം പറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിയാകാൻ പോലും മടിക്കില്ല എന്ന് വരെ വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ശക്തമായ പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ DGPയും സംസ്ഥാനത്തെ BJP നേതാവുമായ TP സെൻകുമാർ. കേരളത്തിൽ നടക്കുന്ന ന്യൂനപക്ഷ പ്രീണനത്തിന്റെ നേർചിത്രം തന്റെ സമൂഹ മാധ്യമത്തിൽ കൂടി പങ്കുവെച്ചാണ് TP സെൻകുമാർ വെള്ളാപ്പള്ളി നടേശന് തന്റെ പിന്തുണ അറിയിച്ചിരിക്കുന്നത്. 1971 ഓരോ ജാതിമത വിഭാഗത്തിനും എത്ര എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവ എത്ര വീതമായി എന്നും നോക്കിയാൽ മാത്രം മതി കേരളത്തിൽ നടന്നിട്ടുള്ള വിവേചനപരമായ നടപടികൾ മനസ്സിലാക്കാൻ എന്നാണ് TP സെൻകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. SNDP ഭരണ വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ എതിർപക്ഷത്തായിരുന്നു TP സെൻകുമാർ. ന്യൂനപക്ഷ പ്രീണന വിഷയത്തിൽ വെള്ളാപ്പള്ളി നടേശനുമായി ഒരുമിച്ച് പോരിനിറങ്ങിയത് നിർണായക സംഭവ വികാസമായാണ് വിലയിരുത്തപ്പെടുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് ന്യൂനപക്ഷ പ്രീണനമാണ് CPM തകർച്ചയ്ക്ക് കാരണമെന്ന ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ ന്യൂനപക്ഷം കൈയടക്കുന്നതിലും സുരേന്ദ്രൻ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കേരളത്തിൽ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരായ പോരാട്ടത്തിൽ രക്തസാക്ഷിയാകാനും മടിക്കില്ല എന്ന് വരെ വെള്ളാപ്പള്ളി നടേശൻ പ്രഖ്യാപനം കൂടി വന്നതോടെയാണ് CPMന്റെ ചങ്കിടിപ്പ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. CPMന്റെ ഈഴവ വോട്ട് ബാങ്കിൽ നേട്ടമുണ്ടാക്കിയതായാണ് CPM തകർച്ചയ്ക്ക് കാരണമെന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇതിനെ തുടർന്നടിച്ചിരുന്നു. ന്യൂനപക്ഷ പ്രീണനം തുടർന്നാൽ CPMലെ ഈഴവർ BJPയിലേക്ക് ചേക്കേറുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതേ തുടർന്ന് വെള്ളാപ്പള്ളിക്കെതിരെ ആസൂത്രിതമായ ആക്രമണം ആരംഭിക്കുകയായിരുന്നു. SNDPയിലെ വിമത നേതാക്കളെ ഇറക്കി വെള്ളാപ്പള്ളിയെ വിരട്ടാനായിരുന്നു CPMന്റെ നീക്കം. ഇടതുപക്ഷത്തോട് ചേർന്ന് മുസ്ലിം ലീഗ്, പോപ്പുലർ ഫ്രണ്ട്, സൈബർ പോരാളികളും വെള്ളാപ്പള്ളിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അസഭ്യവർഷം തുടങ്ങിയിരുന്നു. ഇതിനിടെയാണ് TP സെൻകുമാർ കളത്തിലിറങ്ങിയത്. ഇതോടുകൂടി വെള്ളാപ്പള്ളി പറഞ്ഞ വിഷയത്തിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോകില്ല എന്നും അത്രയും പ്രസക്തമായ വിഷയം ഇവിടെ തുടർന്നും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുമെന്നും കൃത്യമായ സൂചനയാണ് കേരള BJP ഇവിടുത്തെ ഇടത് വലത് പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നത്.